പശ്ചിമേഷ്യയിലെ ചോരക്കളി ഉടനെങ്ങാനും അവസാനിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഈ പ്രശ്നം പരസ്പരം ചർച്ച ചെയ്ത് തീർക്കണമെന്നൊന്നുമല്ല, ഇസ്രയേലിൻ്റെ അടുത്ത് ഇറാൻ വന്ന് മാപ്പ് പറയണമെന്നാണ്. ഇറാനെ അത് കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഖമേനിയെ പിടികൂടാതെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടൽ അത് തീരുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരു പ്രത്യേക ഒരു ദിശയിൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഒരു രണ്ടാഴ്ചത്തെ വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഒരു 2 weeks ടൈം. ഈ രണ്ടാഴ്ചത്തെ ടൈം ഡൊണാൾഡ് ട്രംപ് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം എന്ന് വെച്ചാൽ ഈ ഇറാൻ 2 ദിവസം കൊണ്ട് ഇറാനെ തീർത്ത് കളയാമെന്നൊരു ധാരണ അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അവിടെ കാരണം അവരുടെ തീരുമാനമെടുക്കാനുള്ള നേതാക്കന്മാരെല്ലാം ആദ്യമേ തീർത്തു. അത് നിർണായകമായൊരു അവരുടെ കാഴ്ചപ്പാടിലൊരു വലിയ നേട്ടമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ആയുധശേഖരങ്ങൾ, മിലിറ്ററി കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യം വെച്ചിട്ട് തകർത്തു. വ്യാപകമായ രീതിയിൽ എനിക്കത് ഏറ്റവും കൂടുതൽ ആക്രമണം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇസ്രയേൽ ആകെ ഞെട്ടിയിരിക്കുന്നത്, ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇസ്രയേൽ ആ ഒരു ഞെട്ടൽ അനുഭവിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, അവരുടെ അയൺ ഡോം എന്നുള്ള സാധനം പോയി. അതേപോലെ തന്നെ ഇറാൻ ജനതയെ ഈ അയൺ ഡോമും അതേപോലെ അമേരിക്കയുടെ സാങ്കേതിക വിദ്യയും യുദ്ധവിമാനങ്ങളും എല്ലാം രക്ഷിച്ചുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇസ്രയേൽ ജനതയ്ക്കും ഉണ്ടായിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനകത്ത് ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയൊക്കെ അയക്കുന്ന മിസൈലുകളൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഇസ്രയേലിൽ തകർക്കാറുണ്ടായിരുന്നു ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ ഷീർബബാലിയാണെങ്കിലും നോർത്തേൺ ഇസ്രയേലിൽ സദേൺ ഇസ്രയേലിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായി. ഇന്നിപ്പോൾ നോർത്തേൺ ഇസ്രയേലിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇത്രയും ആയിട്ടും ഈ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇത് തകർത്തിട്ടാണ് ഇറാൻ്റെ ആക്രമണം വരുന്നത്. മാത്രമല്ല ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ക്ലസ്റ്റർ ബോംബ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് ലെബനോണിൽ 2006 ഇസ്രയേൽ ഉപയോഗിച്ച സാധനം ക്ലസ്റ്റർ ബോംബാണ്. അപ്പോൾ അത് വേറെ കാര്യം. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇസ്രയേൽ ആകെ വിറച്ചിരിക്കുന്നൊരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ആഴ്ചത്തെ ടൈം വിട്ടിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ജനീവയിൽ ഇപ്പം ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അർഗാച്ചി മറ്റുള്ള ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും UK-യുടെയൊക്കെയുള്ള പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ ഈ ചർച്ചയിൽ ഡിപ്ലോമസിക്ക് ഇടപെടാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. ചുരുങ്ങിയ വർഷം ഒരു വെടിനിർത്തലിലേക്കെങ്കിലും പോകാൻ പറ്റിയ, അതല്ലെങ്കിൽ ഈ യുദ്ധം ഒഴിവാകാനായിട്ട് പറ്റിയൊരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. കാരണം ഇസ്രയേലിനും ഇറാനും ഒരേപോലെ നാശനഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇസ്രയേലിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ രീതിയിലുള്ള അടി തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം ആദ്യം ഇറാൻ വളരെ മിതത്തിന് അടി തുടങ്ങിയത്, അത് കഴിഞ്ഞ് അവരുടെ ഗ്രേഡ് കൂട്ടി. അപ്പോൾ ഇനിയും ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന, കാരണം വ്യോമ പ്രതിരോധം നഷ്ടമായി എന്നുള്ള ഉറപ്പായി. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു സംഗതി ഉള്ളതിൻ്റെ പേരിൽ 2 രാജ്യങ്ങൾക്കും ഈ നാശനഷ്ടങ്ങളിൽ നിന്ന് മാറി അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സീസ് ഫയറോ അതല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായിട്ടുള്ള ചർച്ചയിൽ ഈ ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ സാങ്ഷൻസ് ഒഴിവാക്കാനും സമ്മതിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും അതൊരു ഒത്തുതീർപ്പിലേക്കോ യുദ്ധം തീരുന്ന അവസ്ഥയിലേക്കോ പോകാൻ കഴിയും. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ഒരു 2 ആഴ്ച സമയം ചോദിക്കുന്നു പറഞ്ഞാൽ അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ എടുത്തിട്ടുണ്ട്. അവർ യുദ്ധവിമാനങ്ങൾ പലയിടത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഡീഗോ ഗാർഷി അവരുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ മൊത്തം സൈന്യത്തെ കരയിലും കടലിലും അതുപോലെ ആകാശത്തുമൊക്കെ വിന്യസിക്കാനുള്ള ഒരു സമയമാണ് ഈ ചോദിക്കുന്ന 2 ആഴ്ച എന്ന് പറഞ്ഞാലോ? അതും ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ ഏറ്റവും നൂതന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത്. അതെ, അയൺ ഡോം. പിന്നെ ഈ സംവിധാനം വെച്ച് വേണം 19 സൈനിക കേന്ദ്രങ്ങളും 50,000 പട്ടാളക്കാരും അമേരിക്കയുടേത് ഈ പശ്ചിമേഷ്യയിലുണ്ട്. അപ്പോൾ ഈ ഇസ്രയേലിനെ ഈ രീതിയിൽ ഇറാൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല, ട്രംപിന് ഇപ്പോൾ റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ തന്നെ 2 വിഭാഗമായിട്ട് തിരിഞ്ഞു. യുദ്ധത്തിന് പോകണ്ട എന്നുള്ളൊരു
ബഹുഭൂരിപക്ഷം അഭിപ്രായമുള്ളവരും അതല്ല പോയതുകൊണ്ട് കുഴപ്പം യുദ്ധത്തിൽ ചേരാമെന്ന് പറഞ്ഞ് അത് വളരെ ന്യൂനപക്ഷമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ വ്യാപകമായ ഒരു പൊതുജന അഭിപ്രായം ഈ യുദ്ധത്തിൽ പങ്കുചേരരുതെന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ യുദ്ധത്തിന് പോകരുത്. ഇങ്ങനെയൊക്കെയുള്ളൊരു ആഭ്യന്തരമായ പ്രശ്നവും ട്രംപ് നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കൊണ്ടാണ് 2 ആഴ്ചത്തെ, കാരണം പ്ലാനിന് അംഗീകാരം കൊടുത്തു, ഇറാനെ അടിക്കാനുള്ള പ്ലാനിന് അംഗീകാരം കൊടുത്തു, പക്ഷേ ഫൈനൽ ഗ്രീൻ സിഗ്നലിൽ ട്രംപ് കൊടുത്തില്ല. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ അതിമാരകമായ അടി ഇറാനിലേക്ക് നടത്തുക, പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ, ഈ ബസ്റ്റർ മിസൈലുകളും ഈ ഇറാനിൽ കൊണ്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഫലവത്തായില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക പ്രതിച്ഛായതകളിലൂടെയായിരിക്കും. മാത്രമല്ല ഈ 19 കേന്ദ്രങ്ങളിലേക്ക് ഇത് അടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈത്ത്, ഇറാഖ് ഇങ്ങനെയുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിക്കുകയും ചെയ്യും. അപ്പം ഇവിടെയൊക്കെ അമേരിക്കയ്ക്ക് താല്പര്യങ്ങളുണ്ട്, അമേരിക്കയുടെ കേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാവണം ട്രംപ് ഒരു 2 ആഴ്ചത്തെ ടൈം കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവായുധം ഉണ്ട് ഇല്ല രണ്ടും പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഫൊർദോ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലം, ഈ സ്ഥലത്ത് ആണവായുധം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇസ്രായേൽ അമേരിക്ക എടുത്ത് പറയുന്ന അത് തകർക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബർ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തകർച്ച ഉണ്ടായാൽ അല്ലെങ്കിൽ സംഭവം ഉണ്ടായാൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ആണവ ചോർച്ച ഉണ്ടാകും. ഈ ചോർച്ച ഉണ്ടായാൽ ഇപ്പോൾ ഹിരോഷിമയും നാഗസാക്കിയും കഴിഞ്ഞാൽ ഈ ആണവ ചോർച്ച ഉണ്ടായാൽ എന്ത് സംഭവിക്കും ലോകത്തിന് യാതൊരു പിടിയില്ല. അപ്പം കയ്യിലുള്ള സകല ആയുധവും നഷ്ടപ്പെട്ടു, പിടിച്ചു നിൽക്കാൻ ഒരു ഇഞ്ച് പോലും മുമ്പിലേക്കില്ല എന്ന് കണ്ടാൽ ഇറാൻ എന്തും വേണോ എടുത്ത് പ്രയോഗിച്ചുകൂടെ? പിന്നെ അവർക്ക് നോക്കാനൊന്നുമില്ലല്ലോ. അത് മാത്രമല്ല, അവർക്ക് ഇപ്പം ഈ കാർഗോ ഫ്ലൈറ്റുകൾ ചൈനയിൽ നിന്ന് വളരെ കൃത്യമായി എത്തുന്നുണ്ട് ഇറാനിലേക്ക്. ഇപ്പം ഇതിനകത്ത് ചൈനയും റഷ്യയും അവരുടെ വ്യക്തമായ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അതേപോലെ പുടിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കാര്യം പുടിന് ഇറാനിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് അറിയാം. പുടിൻ കൃത്യമായിട്ട് പറഞ്ഞു ഇറാനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ ഇറാൻ ജനതയുടെ ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെയോ അതല്ലെങ്കിൽ ഇറാഖിലെയോ അതുപോലെയല്ല ഇറാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അവർ എത്ര വേണമെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമാണ്, പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പ്രതിരോധിച്ച് നിൽക്കും. അപ്പോൾ അവരുടെ കയ്യിൽ ഇനിയും എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം അവർ ഇപ്പോൾ പോലും അവർ പ്രത്യേക സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ലസ്റ്റർ ബോംബ് പോലും ഈ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ജനാധിവാസ കേന്ദ്രങ്ങളിലേക്കൊന്നും അധികം ബോധപൂർവം പ്രയോഗിച്ചിട്ടില്ല, പക്ഷെ പോയി വീണിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ലെവലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഇറാൻ ഏത് രീതി പ്രതികരിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല. അവരുടെ കയ്യിൽ എന്തായാലും ആയുധങ്ങളുണ്ട്, അതല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ലഭിക്കുന്നു, റഷ്യയിൽ നിന്നും ലഭിച്ചുകൂടായില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പം നമ്മുടെ ഈ 2 ആഴ്ചത്തെ ടൈം ട്രംപ് കൊടുത്തിരിക്കുന്നതും. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഡിപ്ലോമസി വർക്ക് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാനും നേട്ടം ഉണ്ടാവും. കാരണം ഇറാനും നേട്ടമില്ലാതെ അവർ സമ്മതിക്കാൻ പോകില്ല. മാത്രമല്ല രണ്ടുപേർക്കും ഈ പറഞ്ഞതുപോലെ നാശനഷ്ടങ്ങൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറാൻ ജനതയുടെ ഇറാൻ്റെ ഉള്ളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് പോലെയല്ല ഇസ്രയേലിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. കാര്യം അവർക്ക് അവരുടെ ഇപ്പം തന്നെ അവർ യുദ്ധത്തിനകത്ത് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇറാനിൽ തന്നെ നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്ക് ആ ജനത്തിൻ്റെ പൂർണ്ണമായ വിശ്വാസവും നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നെതന്യാഹുവിനെ അവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസവും. അപ്പോൾ ഈ രീതിയിൽ ഒരു ഡിപ്ലോമസിക്ക് പറ്റിയൊരു അന്തരീക്ഷം ഇപ്പം പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.